6 സന്ദർഭങ്ങളിൽ വുളു എടുക്കൽ സുന്നത്താണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഉസ്താദ് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പോൾ വുദു എടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇനിയും വിശദീകരിക്കാനായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. 6 സന്ദർഭങ്ങളിൽ വുദു എടുത്താൽ വലിയ പ്രതിഫലമാണ്. ഒന്നാമത്തേത്, നിക്കാഹിന് മുമ്പുള്ള സമയം. ആരും ശ്രദ്ധിക്കാത്തൊരു സന്ദർഭമാണ്. നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ പള്ളിയിൽ വെച്ചാണ് നിക്കാഹെങ്കിൽ ചെറുക്കൻ ചിലപ്പോൾ പള്ളിയിൽ വെച്ച് വുദു എടുത്തിട്ടായിരിക്കും കയറുക. വധുവും വരനും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നിക്കാഹിന് മുമ്പ് വുദു എടുക്കണം. അതുപോലെ തന്നെ പുരുഷനും എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ആളുകൾ, കല്യാണം അടുത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കല്യാണം കഴിക്കാനുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ നിക്കാഹിന് വേണ്ടി നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ വുദു എടുക്കൽ, അതായത് നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. വളരെ പ്രതിഫലമാണ്. രണ്ടാമത്തേത്, ഉറങ്ങുന്നതിന് മുമ്പ്. നമുക്കറിയാം, ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുത്തിട്ട് കിടന്നാൽ അല്ലാഹു തആല അവൻ എഴുന്നേൽക്കുന്നത് വരെ ഒരുപാട് മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. മൂന്നാമത്തേത്, യാത്ര പോകുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. യാത്ര പോകുന്നതിന് മുമ്പ്, അല്ലേ, കാസർഗോഡ് പോകുന്നു, തിരുവനന്തപുരത്ത് പോകുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഗൾഫിൽ പോകുന്നു, അയോ ട്രിപ്പ് പോകുന്നു, എവിടെയെങ്കിലും പോകട്ടെ, ആ സമയത്തൊക്കെ യാത്ര പോകുന്നതിന് മുമ്പ് വുദു എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. നാലാമത്തേത്, വിശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖുർആൻ എടുത്ത് ഓതണമെന്നില്ല. അതല്ലാതെ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ ഓതിയാൽ തന്നെ, മൊബൈലിൽ ഓതുന്ന സമയത്ത് വുദു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. വുദു ഇല്ലാതെ നമുക്ക് മൊബൈലിൽ ഓതാം. പക്ഷേ ഖുർആൻ ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വുദു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. വലിയ പ്രതിഫലമാണ്. അഞ്ചാമത്തേത്, ഹദീസുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു ഹദീസ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവനക്ക് വുദു ഉണ്ടാവൽ പ്രത്യേകം നല്ലതാണ്. ആറാമത്തേത്, ഏത് നല്ല കാര്യത്തിന് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും വുദുവോടുകൂടി പോകുന്നത് വളരെ പുണ്യമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 6 സന്ദർഭം, ഇതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വുദു നിത്യം. ഇപ്പോൾ നമുക്കൊരു വുദു ഉണ്ട്, നമ്മളിപ്പോൾ ളുഹർ നിസ്കാരത്തിന് വുദു എടുത്തു. അപ്പോൾ അസറിൻ്റെ സമയമായിട്ട് നമ്മൾ ഓർത്തുമ്പോൾ വുദു പൊളിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അസർ നിസ്കാരത്തിന് മുമ്പ് ഒന്ന് വുദു പുതുക്കൽ പ്രത്യേകം നല്ലതാണ്. വുദു ഒന്ന് പുതുക്കുക, അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വുദു ഉണ്ടായിട്ട് ആ വുദുവിൻ്റെ മേൽ ഒന്ന് വുദു എടുക്കൽ, ഒന്നുകൂടെ വുദു പുതുക്കൽ, അത് പ്രത്യേകം സുന്നത്താണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, വുദു എടുക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ കാരണം ചിലപ്പോൾ നമ്മൾ വുദു ശരിയാവാതെ വരും. അത് നമുക്ക് പ്രത്യേകം ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത്, ചില ആളുകൾ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവും. ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കൈയിട്ടിട്ട് വുദു കൊടുക്കുന്നവരുണ്ട്. ഒരു ചെറിയ പാത്രം വെള്ളം, അതിൻ്റെയും അവർ ഒഴിച്ചെടുക്കാതെ ആ വെള്ളത്തിൽ തന്നെ കൈ ഇങ്ങനെ കഴുകുന്നു, പിന്നെ അതിൽ നിന്ന് എടുത്ത് വായിൽ വെള്ളം കൊപ്പിക്കുന്നു, അതിൽ നിന്ന് തന്നെ എടുത്ത് മുഖം കഴുകുന്നു. അത് ചെറിയൊരു ബക്കറ്റ് വെള്ളത്തിൽ ഒരിക്കലും കൈയിട്ട് വുദു എടുക്കാൻ പാടില്ല. നമ്മളത് കപ്പെടുത്ത് കോരിയോ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിച്ച് തന്നാലും കുഴപ്പമില്ല. അതായത് 2 കൊല്ലത്തിനേക്കാൾ കുറവുള്ള 2 കൊല്ലം, ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ചിലപ്പോൾ വലിയ ഹൗദ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൈയിട്ട് വുദു എടുക്കാം. വലിയ ഹൗദൊക്കെ നമുക്ക്, വലിയ ടാങ്ക്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൈയിട്ട് വുദു എടുക്കാം. അതല്ലാതെ ചെറിയ പാത്രത്തിൽ, ചെറിയ ബക്കറ്റിലൊക്കെ നമ്മൾ കൈയിട്ട് വുദു എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകിൽ ഒഴിച്ചെടുക്കലാണ് വേണ്ടത്.